ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പം നമ്മുടെ വെൽനസ് സെൻറ്ററിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. ഒരുപാട് പേര് പങ്കെടുത്തു. പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് എനിക്ക് വിഷസും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിരുന്നു. എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അപ്പോൾ ഇനി വരാത്തവർ, അതായത് തിരക്ക് കാരണവും മറ്റ് ചില പ്രശ്നങ്ങളും കാരണം വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സമയമനുസരിച്ച് വരണം. നമ്മുടെ വെൽനസ് സെൻറ്റർ സന്ദർശിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, ഇപ്പോൾ കേരളത്തിലാകെ പലതരം പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. H1N1, ഡെങ്കിപ്പനി, അങ്ങനെ പലതരത്തിലുള്ള പനികൾ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോയി അവരും ഇപ്പോഴും പലതരം പനിയുടെ പിടിയിലായിട്ട് ലീവ് എടുക്കുന്നു. അതുപോലെ തന്നെ ഓഫീസിലൊക്കെ അറ്റൻഡൻസൊക്കെ വളരെ കുറവാണ്. പനികൾ മൂലം ആൾക്കാർ കഷ്ടപ്പെടുകയാണ്. എല്ലാ വർഷവും ഈ സമയത്ത് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. എങ്കിലും നമ്മളാരും ഒരു പ്രിക്കോഷനും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പനിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ചുമയും കഫവും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ക്രോണിക് ഡിസീസ് ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കെയർഫുള്ളായിട്ടിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള പനികൾ വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒന്നാണ് H1N1. അപ്പോൾ എല്ലാവരും ഒരു സമയത്ത് ഇതിനെ പേര് കേൾക്കുമ്പോൾ ആകാംക്ഷയോട് കൂടിയാണ് കണ്ടിരുന്നത്. അത് ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസ് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. കാരണം സാധാരണ വൈറൽ ഫീവർ വരുന്നത് പോലെ വന്നു പോകും. അതായത് സാധാരണ നമുക്ക് വൈറൽ ഫീവറിന് വരുന്ന സിംറ്റംസ് എന്താണ്? ത്രോട്ട് പെയിന്, അതുപോലെ തന്നെ ബോഡി പെയിന്, ജോയിൻറ്റ് പെയിന്, റണ്ണിങ് നോസ്, ഹെഡ് ഏക്ക്, അതുപോലെ തന്നെയാണ് നമുക്ക് ചിലർക്ക് നോഷിയും വോമിറ്റിങ്, അതായത് മനം പുരട്ടി ഛർദ്ദിക്കും, പിന്നെ വയറിളക്കം ഉണ്ടാകാറുണ്ട്. പിന്നെ തുടർന്ന് ഒരു ഡ്രൈ കഫും ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാധാരണ വൈറൽ ഫീവറിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും കണക്കാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ റെസ്റ്റ് എടുത്ത് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് വേണമെങ്കിൽ ഒരു സ്വല്പം ലൈറ്റായിട്ടുള്ള മെഡിസിനൊക്കെ കഴിയുമ്പോഴത്തേക്കിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇത് കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ H1N1 ചില ആൾക്കാരിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് ഇൻഫൻസ് കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ ക്രോണിക് ഡിസീസൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, അതുപോലെ റെസ്പിറേറ്ററി ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പൊതുവേ ഇത് വന്നു കഴിയുമ്പോൾ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മാറിപ്പോകുന്നതാണെന്ന് നോർമലി ഉള്ള ആൾക്കാർക്ക്. എന്നാൽ സെക്കൻഡ് കാറ്റഗറിയിൽ, അതായത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർ, കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത്തിരി മെഡിസിൻ എടുക്കുക, എന്നിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ഇല്ല, പിന്നെ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെയും കുറച്ചും കൂടി ശ്രദ്ധിക്കണം, അടുത്ത തേർഡ് സ്റ്റേജിലേക്ക് ഇത് കടക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതുപോലെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട കേസാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയും അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. അങ്ങനെയുള്ള കേസസാണ് ഫെയ്റ്റലായിട്ട് വരുന്നത്. കാരണം ഹാർട്ട് ഡിസീസും കിഡ്നി ഡിസീസും റെസ്പിറേറ്ററി ഡിസീസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനോ ബ്രെയിൻ ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരക്കാർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫുഡ് എടുക്കുക, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക, അതുപോലെ മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക. ഇനി ഇത് വരാതിരിക്കാൻ എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ എവിടെ ഷോപ്പിങ്ങിന് പോയാലോ അല്ലെങ്കിൽ ഒരു കടകളിൽ പോയാലോ തുമ്മിയും ചീറ്റുകയും ചെയ്യുന്ന അവിടെ സ്റ്റാഫിന് തന്നെ അസ്വസ്ഥതകളാണ്. അപ്പോൾ അവരിത് മൂക്കിൽ തുടച്ചിട്ട് സാധനങ്ങളിൽ തൊടുകയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്ത ശേഷം തീർച്ചയായിട്ടും നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ആരെങ്കിലുമൊക്കെ തൊട്ട് അല്ലെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റാഫ് തൊട്ടിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളതിൽ തൊടുന്നു, എടുക്കുന്നു. നമ്മൾ കൈ കഴുകുകയോ സാനിറ്റൈസ് ചെയ്യുകയോ ചെയ്യാതെ നമ്മുടെ കണ്ണിലോ മൂക്കിലോ ഒക്കെ തൊടുമ്പോഴത്തേക്കിന് നമുക്കത് വരാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പുറത്തിറങ്ങി എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും എടുത്താലും വീട്ടിലെത്തിയ ശേഷം നന്നായിട്ട് കൈ വാഷ് ചെയ്യാൻ നോക്കുക. അതിന് മുമ്പ് സാനിറ്റൈസർ കൈ വെച്ച ശേഷം സാനിറ്റൈസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക.
അതോടൊപ്പം തന്നെ നമ്മൾ പണ്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് കുറേ കാലം മാസ്കൊക്കെ ഉപയോഗിച്ചിരുന്നു. തീർച്ചയായിട്ടും മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മാക്സിമം ഫുഡ് ഐറ്റംസ്, അതായത് കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ് വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിയാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം ഉപയോഗിക്കാൻ നോക്കുക. നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒക്കെ ഇട്ട് കഴുകിയെടുക്കാവുന്ന സാധനങ്ങളാണെങ്കിൽ അങ്ങനെ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാം അറിയാമെങ്കിലും നമ്മളാരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. അതുകൊണ്ടാണ് കൂടുതൽ ഇത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും നമുക്ക് പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമുക്ക് എടുക്കാവുന്നത്, നമുക്ക് ഇതിന് പ്രിവെൻറ്റീവ് ഹോമിയോ മെഡിസിൻസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആണെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് വന്ന് പെട്ടെന്ന് തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ എടുക്കാൻ നോക്കുക. അപ്പം നമുക്ക് വരാതിരിക്കുകയും ചെയ്യും, അല്ല വന്നാൽ തന്നെ അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതെ കടന്നു പോവുകയും ചെയ്യും. അതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ചുമയും കഫവും, അതായത് എന്ത് മരുന്ന് കഴിച്ചിട്ടും പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, എനിക്ക് കഫമാണ്, അങ്ങോട്ട് വിട്ടുമാറിപ്പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് യൂക്കാലിപ്റ്റസ് ജിഞ്ചർ ഹോമിയോ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഇത്തിരി വാങ്ങിയ ശേഷം അതിരി നല്ല ചൂടുവെള്ളത്തിലൊഴിച്ച് ആവി കൊള്ളാൻ നോക്കുക. അപ്പോൾ ഇൻറ്റേർണലി മെഡിസിൻ വേണമെങ്കിൽ അതും കൂടി ഉപയോഗിക്കുക. കഫം ഇളകി പോകുന്ന നല്ല മെഡിസിൻസ് ഉണ്ട്, അതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഫം കെട്ടി നിൽക്കാതെ ഉള്ളത് പുറത്തു പോകാൻ ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഈ വന്നവരും വരാത്തവരുമെല്ലാം നല്ല ചൂടുവെള്ളം കുടിക്കുക. അതിൽ പനിക്കൂർക്കയും ചുക്കിൻ്റെ കഷ്ണവും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 4 പനിക്കൂർക്കയുടെ ഇലയും ഒരു തുണ്ട് ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അത് നമുക്ക് ദാഹത്തിന് ഇളം ചൂടോടുകൂടി കുടിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ H1N1 വന്നു, എല്ലാവർക്കും പേടിയായി തുടങ്ങി, എനിക്കതാണോ എന്ന്. നമ്മളിതിന് സംശയിച്ച് നിൽക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വന്ന പനി അതുപോലെ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. അതുപോലെ ക്രോണിക് ഡിസീസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ അസുഖങ്ങൾ വർദ്സാകും ഈ സമയത്ത്. അതായത് ഇത്തരം പനികളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് അസുഖങ്ങളുണ്ടോ അത് കൂടുതലായിട്ടാണ് ഈ കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടാകുന്നത്. അപ്പോൾ H1N1 ഇനി പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എവിടെയെങ്കിലും പല ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പാനിക്കാകുന്നുണ്ട്. അപ്പോൾ ഇനി വന്നത് H1N1 ആണോ അതോ സാധാരണ വൈറൽ പനിയാണോ എന്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നെപ്പോഴും ഇങ്ങനെ ആകാംക്ഷയിലാണ് ജനങ്ങൾ. അപ്പം പേടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ അതുപോലെ അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. അപ്പം നമുക്ക് ക്ഷീണം തട്ടാതിരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ നമുക്ക് പറ്റുന്ന ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിക്കുക. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അപ്പം നമുക്കിതിൽ നിന്ന് റിക്കവർ ചെയ്ത് പുറത്തു വരാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.